ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് ആയുസ് തന്നതുകൊണ്ട് നാം പിന്നെയും പിന്നെയും ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം ധാരാളം കേൾക്കുവാനുള്ള അവസരമാണ് കർത്താവ് നമുക്കെല്ലാവർക്കും ഒരുക്കി തന്നത്. റോമാ സാമ്രാജ്യത്തിലെ പൊങ്ങച്ചക്കാരായ ധനവാന്മാരുടെ പട്ടണമായിരുന്നു കൊരിന്ത്. റോമാ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചരിത്ര വിദ്യാർത്ഥികളൊന്നുമല്ലെങ്കിലും സാധാരണക്കാർ പോലും ധാരാളം കേട്ടിട്ടുണ്ട് സാമ്രാജ്യങ്ങളെക്കുറിച്ചൊക്കെ. കാരണം വേദപുസ്തകം നാം മനസ്സിൽ പഠിക്കുമ്പോൾ പല പല സാമ്രാജ്യങ്ങളെക്കുറിച്ച് നാം പഠിച്ചു പോകും. ബാബിലോണിയ സാമ്രാജ്യം, പേർഷ്യൻ സാമ്രാജ്യം, മേദ്യ പേർഷ്യ സാമ്രാജ്യം, അവസാനമായി റോമൻ സാമ്രാജ്യം. വേദപുസ്തകം പഠിച്ചാൽ പഠിച്ചു വരുന്നതാണ് ഇതൊക്കെ. ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. റോമാ സാമ്രാജ്യമാണ് പ്രാചീന കാലത്ത് നിലനിന്ന ആ സാമ്രാജ്യങ്ങളിലെ അവസാനത്തെ സാമ്രാജ്യം. റോമാ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടമെന്ന് പറയുന്നത് ഏതാണ്ട് BC 30 കാലഘട്ടം മുതൽ AD ഏതാണ്ട് 490 വരെയാണ് റോമാ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടം. റോമാ സാമ്രാജ്യത്തിൻ്റെ അതിര് എന്ന് പറയുന്നത് കിഴക്ക് ഈജിപ്റ്റ്, ഇസ്രായേൽ, ലെബനോൻ മുതലായ ദേശം വരെയും, പടിഞ്ഞാറ് സ്പെയിൻ, പോർച്ചുഗൽ മുതലായ, ഇംഗ്ലണ്ട് മുതലായ ആ ദേശം വരെയുമെല്ലാമാണ് അതിൻ്റെ അതിരെന്ന് പറയുന്നത്. ആ അതിരിനകത്ത് നിന്നതായ ഒരു സ്ഥലമായിരുന്നു റോമൻ സാമ്രാജ്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ജനിക്കുമ്പോൾ റോമൻ കൈസറായിരുന്നത് അഗസ്തോസ് കൈസറാണ്. നമുക്കറിയാം, കർത്താവായ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ 3 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ മരിക്കുന്നത് 33.5 വയസ്സിലാണെന്ന് പറയും. അപ്പോൾ റോമാ സാമ്രാജ്യം ഇസ്രായേൽ, പലസ്തീൻ മുതലായ ആ ദേശത്ത് ഭരണം തുടങ്ങിയപ്പോഴാണ് ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രൂശിക്കപ്പെട്ടത് തിബരിയോസ് കൈസറുടെ കാലത്താണ്. തിബരിയോസ് കൈസറുടെ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വചനം പറയാൻ തുടങ്ങി. തുടർന്നാണ് കർത്താവായ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയും ക്രൂശുമരണമെല്ലാം നടക്കുന്നത്. റോമൻ സാമ്രാജ്യത്തിലെ ഏറ്റവും ക്രൂരനായ റോമൻ ചക്രവർത്തി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നീറോ ചക്രവർത്തിയാണ്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് അപ്പോസ്തലനായ പൗലോസെല്ലാം വധിക്കപ്പെടുന്നത്, രക്തസാക്ഷിയാകുന്നത്. നീറോ ചക്രവർത്തി സ്വന്തം അമ്മയെ തന്നെ കൊന്ന മനുഷ്യനാണ്, സ്വന്തം ഭാര്യയെയും കൊന്നു. ആ ക്രൂരനായ ആ മനുഷ്യനാണ് ഏറ്റവും ക്രൂരനായ റോമൻ ചക്രവർത്തി എന്നറിയപ്പെടുന്നത്. ഈ റോമൻ സാമ്രാജ്യം എങ്ങനെയാണ് അവസാനിച്ചത് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് വലിയ പ്രത്യാശയും ധൈര്യവും തരുന്ന ഒരു ആത്മീയ മർമ്മം മനസ്സിലാവുന്നത്. അതിൻ്റെ അവസാന ഭാഗം കൃത്യമായിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ എങ്ങനെയാണ് ഈ റോമൻ സാമ്രാജ്യം അവസാനിച്ചത് എന്ന് നാം പഠിച്ചാൽ അതിൽ വേദപുസ്തകത്തിൽ പറയുന്ന ഒരു വലിയ മർമ്മമുണ്ട്. വേദപുസ്തകം റോമൻ സാമ്രാജ്യം കഴിഞ്ഞിട്ട് പിന്നീട് സാമ്രാജ്യങ്ങൾ ഉണ്ടായില്ല. കാരണം റോമൻ സാമ്രാജ്യത്തിൻ്റെ അവസാന കാലത്തേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പോലും പറയുന്നുണ്ട്, റോമൻ കൈസറുടെ അരമനയിലുള്ളവർ. അങ്ങനെയാണ് ഫിലിപ്പിയ ലേഖന 4-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ പറയും, വിശേഷാൽ കൈസറുടെ അരമനയിലുള്ളവരും നിങ്ങളെ വന്ദനം ചെല്ലുന്നു എന്ന്. കാരണം അപ്പോസ്തലനായ പൗലോസ് ഒരു തടവുകാരനായിട്ട് റോമയിലെത്തി. അവിടെ തടവുകാരനായിരുന്നു അപ്പോസ്തലൻ. പക്ഷെ അദ്ദേഹം ആ തടവുകാരനായിട്ടാണ് അവിടെ റോമിൽ ചെന്നതെങ്കിലും അദ്ദേഹം ഏതാണ്ട് 6-7 കൊല്ലക്കാലം തടവുകാരനായിട്ട് ആ റോമിൽ ജീവിച്ച കാലത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളിലൂടെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ സുവിശേഷം
അവിടെ പറക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ റോമൻ കൈസറുടെ അരമനയിലുള്ള പലരും വിശ്വാസികളായി, ക്രിസ്തു വിശ്വാസികളായി. ആ അരമനയിലെ പലരും ക്രിസ്തു വിശ്വാസികളായി. അതുകൊണ്ടാണ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതുന്നത്, റോമൻ കൈസറുടെ അരമനയിലുള്ളവരും നിങ്ങളെ വന്ദനം ചൊല്ലുന്നുവെന്ന്. പ്രിയപ്പെട്ടവർ, അങ്ങനെയാണ് ആ റോമൻ സാമ്രാജ്യം അവസാനിച്ചു. കാരണം അതിലുള്ളതായ ആ അരമനയിൽ തന്നെയുള്ള അനേകരും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നു. അതുവരെയും റോമൻ കൈസറാണ് ദൈവമെന്ന് വിചാരിച്ചിരുന്നവർ, അങ്ങനെയെല്ലാമുള്ള കാലത്താണ് റോമൻ കൈസറാണ് ദൈവമെന്ന് അവർ വിചാരിച്ചിരുന്നു. ആ കാലത്ത് അങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നത്. അഗസ്തോസ് കൈസറാണ് ഏറ്റവും നല്ല കൈസർ. അദ്ദേഹത്തിൻ്റെ വിഗ്രഹങ്ങളെല്ലാം ഉണ്ടാക്കി എല്ലാ സ്ഥലത്തും വെച്ചിരുന്നു. കാരണം അതവരുടെ ഏറ്റവും നല്ല കാലമായിരുന്നു അഗസ്തോസ് കൈസറുടെ കാലം. അങ്ങനെ കൈസറെ ദൈവമെന്ന് ആരാധിച്ചിരുന്ന ആ കാലത്തും, മാത്രമല്ല യെരുശലേമിലെ ദേവാലയം തന്നെ അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ നടക്കുന്ന കാലത്ത് കർത്താവായ യേശുവിൻ്റെ അപ്പോസ്തലന്മാരിൽ കൂടെയും ആ പെന്തക്കോസ്ത് നാളിലുണ്ടായ ആത്മീയ ഉണർവിലൂടെയും ഉരുത്തിരിഞ്ഞു വന്നതായ ആ ചെറിയ സന്ദേശം എന്തായിരുന്നു? ആ ചെറിയ സന്ദേശം ഈ ലോകത്തിൽ ശപിക്കപ്പെട്ടവനായി, ശാപവൃത്തിയേറ്റവനായ ആ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഈ ലോകത്തിനപ്പുറം മരണം കഴിഞ്ഞാലും അവർക്ക് പ്രത്യാശയുണ്ട്, അവർക്ക് ജീവിതമുണ്ട്, അവർക്ക് സമാധാനമുണ്ട് എന്നുള്ളതായ ആ ചെറിയ സന്ദേശം. ആ സന്ദേശമാണ് ലോകമെമ്പാടും പരന്നത്. അതാണ് കൈസറുടെ അരമനയിലേക്ക് ചെന്നു. അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ പലരും ആ ചെറിയ സന്ദേശത്തിൽ ആകൃഷ്ടരായി. പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടാണ് ആ ചെറിയ സന്ദേശം അതുവരെയും കേൾക്കാത്തത്? മരണം കഴിഞ്ഞാൽ എന്ത് എന്നൊരു നിശ്ചയമില്ലാതിരുന്ന ലോകത്തിലേക്ക് മരണം കഴിഞ്ഞാലും മനുഷ്യന് സമാധാനമുള്ള ജീവിതം ഉണ്ട് എന്നുള്ളതായ ആ ചെറിയ സന്ദേശം, അത് ഇവിടെ ഉണ്ടായത് ലോകത്തിലൊരു കുഗ്രാമത്തിൽ, നസ്രയത്തിൽ, അതാ പലസ്തീൻ നാട്ടിലെ ഒരു ചെറിയ ദേശത്തുണ്ടായതായ ആ സന്ദേശം, അത് ദൈവത്തിൻ്റെ സന്ദേശമായിരുന്നു. അത് ജീവനുള്ള ദൈവം കൊടുത്ത സന്ദേശമായിരുന്നു. അതുകൊണ്ട് ആ സന്ദേശം ലോകത്തെ കീഴടക്കി. ശാപവൃത്തിയേറ്റവൻ ദൈവമെന്ന് അനേകായിരം ലക്ഷക്കണക്കിന് ആളുകൾ പറയാൻ തുടങ്ങി. ക്രിസ്തു ഒരു ശാപമായി തീർന്നു. ശപിക്കപ്പെട്ടവരെയാണ് ക്രൂശിൽ തൂക്കി കൊല്ലുന്നത്. അങ്ങനെ ശപിക്കപ്പെട്ട മരണമേറ്റതായ ക്രിസ്തു ലോകരക്ഷകനാണെന്നുള്ളതായ വിശ്വാസം അനേക കോടാനുകൂടി ആളുകൾ ആ കാലത്ത് വന്ന് അന്നത്തെ സമൂഹം സ്വീകരിക്കാൻ തുടങ്ങി. ഇന്നും അത് സ്വീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം മരണത്തിനപ്പുറവും ജീവിതമുണ്ടെന്നുള്ളതായ ആ സന്ദേശം, അതാണ് ക്രൂശിൻ്റെ വചനം. എന്താണ് ക്രൂശിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? മനുഷ്യരായി നാം ജീവിക്കുന്ന കാലത്ത് ജീവനുള്ള ദൈവവുമായി നമുക്കൊരു ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചാൽ നമ്മുടെ മരണം കഴിഞ്ഞാലും ആ ബന്ധം നമുക്ക് തുടരാം. ആ ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ് പ്രയാസമുള്ളൊരു കാര്യമാണ്. മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് സാക്ഷാൽ ജീവനുള്ള ദൈവത്തോട് ഒരു ബന്ധത്തിൽ വരിക അത് അസാധ്യമായിരുന്നു. ആദാമിൻ്റെ കാലം മുതൽ പിരിഞ്ഞുപോയ ബന്ധം, ആ ബന്ധം ഉണ്ടാകുക എന്നുള്ളത് അസാധ്യമായിരുന്നു. എന്നാൽ കർത്താവായ യേശുവിൻ്റെ ക്രൂശ് മരണം ആ ബന്ധം സാധ്യമാക്കി കൊടുത്തു. മനുഷ്യനും ദൈവവും തമ്മിൽ അറ്റ് വൺ മൈൻഡ്, അറ്റോൺമെൻ്റ് എന്ന് പറയുന്ന ഒരു മനസ്സുള്ളവരായി തീർന്നു മനുഷ്യനും ദൈവവും. പ്രിയപ്പെട്ടവരെ, നമ്മളത് ആലോചിച്ച് നോക്കണം. നമുക്കങ്ങനെ ആയിട്ടുണ്ടോ? ദൈവവും ഞാനും തമ്മിൽ അറ്റ് വൺ മൈൻഡ്, ഒരു മനസ്സാണ്. ദൈവവും ഞാനും തമ്മിൽ ഒരു മനസ്സ്. അതിനാണ് രക്ഷ എന്ന് പറയുന്നത്. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടവും എൻ്റെ ഇഷ്ടവും ഒന്ന് തന്നെ, അറ്റ് വൺ മൈൻഡ്. ഭാര്യയും ഭർത്താവും ഒരു മനസ്സായിരിക്കണം എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. പ്രിയപ്പെട്ടവരെ, അതാണ് ഹാർമണി എന്നെല്ലാം പറയും. ഭാര്യയും ഭർത്താവും ഒരു മനസ്സായിരിക്കണമെന്ന്. ദൈവവും മനുഷ്യനും ഒരു മനസ്സാവുക, അതിനാണ് അറ്റോൺമെൻ്റ് എന്ന് പറയുന്നത്. പാപമോചനം പ്രാപിച്ച് പ്രിയപ്പെട്ടവരെ ക്രൈസ്തവ ജീവിതം ആരംഭിക്കുന്നതായ ആ അനുഭവം അതെങ്ങനെ സാധിക്കുന്നു? അതാണ് കർത്താവായ യേശു
കുരിശിൽ തുടങ്ങി തന്നതായ ആ ജീവിതം. ആ ജീവിതം മനുഷ്യന് തുടരാൻ സാധിക്കും. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? ദാവീദ് രാജാവ് തൻ്റെ മകനോട് പറയും. ദിനവൃത്താന്ത പുസ്തകത്തിലാണ് പറയുന്നത്, അതിൻ്റെ 27-ാം അധ്യായത്തിലാണ് പറയുന്നത്, ശലോമോനെ, എൻ്റെ മകനെ ശലോമോനെ, നീ ദൈവത്തെ ഉപേക്ഷിച്ചാൽ അവൻ നിന്നെ ഉപേക്ഷിക്കും. അതാണ് അതിൻ്റെ കണ്ടീഷൻ. മനുഷ്യനും ദൈവവും തമ്മിൽ ബന്ധമുണ്ടായി കഴിഞ്ഞാൽ, ആ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ, പിന്നെ ദൈവം ആ ബന്ധം ഉപേക്ഷിക്കില്ല. മനുഷ്യൻ ഉപേക്ഷിച്ചാലേ ദൈവം ഉപേക്ഷിക്കൂ. മനുഷ്യൻ ദൈവത്തെ വിട്ടുപോയാലേ ദൈവം മനുഷ്യനെ വിട്ടു പോവുകയുള്ളൂ. ദൈവം ആ മനുഷ്യനെ ഉപേക്ഷിക്കില്ല. ഒരിക്കലായിട്ടൊരു മനുഷ്യനുമായിട്ട് ദൈവം ബന്ധത്തിലായാൽ, ആ മനുഷ്യൻ ദൈവത്തെ ഉപേക്ഷിച്ചാൽ മാത്രമേ ദൈവം മനുഷ്യനെ വിട്ടു പോവുകയുള്ളൂ. ദൈവം ഉപേക്ഷിക്കില്ല. അതാണ് ദാവീദ് പറഞ്ഞു കൊടുത്തു, എൻ്റെ മകനെ ശലോമോനെ, നീ അവനെ ഉപേക്ഷിച്ചാൽ അവൻ നിന്നെ ഉപേക്ഷിക്കും. ദൈവമക്കളെ, നാം ശ്രദ്ധ വെച്ച് കേൾക്കണം. ഈ കർത്താവായ യേശുക്രിസ്തുവുമായി, ജീവനുള്ള ദൈവവുമായി നമുക്കൊരു ബന്ധമുണ്ടായാൽ, ആ ബന്ധം നാം ഉപേക്ഷിച്ചാലേ ദൈവം ഉപേക്ഷിക്കുള്ളൂ. നാം ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ ദൈവം നമ്മളെ ഉപേക്ഷിക്കുന്നില്ല. പക്ഷേ മനുഷ്യരായി നാം ആ ബന്ധം തൃണവൽക്കരിക്കുന്ന ഒരു ബന്ധമാണ് ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം. വലിയ രാഷ്ട്രീയ നേതാക്കന്മാരോ സമുദായ നേതാക്കന്മാരോ സമൂഹത്തിലെ നേതാക്കന്മാരോ അവരുമായിട്ടുള്ള ബന്ധമൊക്കെ വാസ്തവത്തിൽ വളരെ വില കൊടുത്ത് സൂക്ഷിച്ചു നിർത്തുന്ന മനുഷ്യൻ ദൈവമായിട്ട്, ക്രിസ്തുവായിട്ട് അവന് കിട്ടുന്ന ബന്ധത്തെ അവൻ ഉപേക്ഷിക്കാൻ ഒരു മടിയുമില്ല. കാരണം അറ്റ് വൺ മൈൻഡ്, ദൈവവും ഞാനുമായുള്ള ആ ഒരു മനസ്സ് നഷ്ടപ്പെടുത്തുന്നതിൽ മനുഷ്യന് യാതൊരു ശങ്കയുമില്ല. അവനവൻ്റെ സ്വന്തം ഇഷ്ടം ചെയ്യും. ദൈവ ഇഷ്ടം എന്തെന്ന് അന്വേഷിക്കില്ല, സ്വന്തം ഇഷ്ടം ചെയ്യും. ദൈവമക്കളെ, നിങ്ങൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം, ആ ബന്ധത്തിന് നിങ്ങൾ വില കൊടുക്കുന്നവരാണോ? ശലോമോൻ പിന്നത്തെ അധ്യായത്തിൽ തൻ്റെ മകനോട് പറയും, എൻ്റെ മകനെ, നീയൊരു ദൈവത്തിൻ്റെ ആലയം പണിയാൻ ശുഷ്കാന്തിയോടുകൂടെ നീയൊരു ദൈവവേലക്കാരനായാൽ, നീ ശുഷ്കാന്തിയുള്ള, സമർപ്പണമുള്ള, തീരുമാനമുള്ള ഒരു ദൈവവേലക്കാരനായി ദൈവത്തിൻ്റെ വേല ചെയ്യാൻ തുടങ്ങിയാൽ അവൻ നിനക്ക് അതിനുള്ള കൃപയും തരും. പ്രിയപ്പെട്ടവർ, ദൈവത്തോട് ബന്ധമുണ്ടാക്കുന്നത് എങ്ങനെയാണ്? ആ ബന്ധം നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? ആ ബന്ധം എത്രമാത്രം ദൈവം പാലിക്കുമെന്നൊക്കെ നമ്മൾ നമ്മുടെ മക്കളെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? എങ്ങനെയാണ് ദൈവവുമായിട്ട് ബന്ധമുണ്ടാകുക? ആ ബന്ധം ആരാണ് നഷ്ടപ്പെടുത്തുക? ആ ബന്ധം ഉണ്ടായാലുള്ള ഗുണമെന്താണ്? ഇതെല്ലാം നമ്മളാരെങ്കിലും നമ്മുടെ മക്കളെ പഠിപ്പിക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, പഠിപ്പിക്കാറില്ല. പക്ഷേ ഭക്തന്മാരങ്ങനെയായിരുന്നില്ല. അവരവരുടെ മക്കളെ പഠിപ്പിച്ചു. ദൈവത്തോടുള്ള ബന്ധം അത് സ്ഥാപിച്ചാൽ അത് ദൈവം കളയില്ല, ദൈവം അത് പാലിക്കും. ഇതാണ് അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. കൊരിന്ത്യ ലേഖനത്തിൻ്റെ പശ്ചാത്തലമാണ് ഞാൻ പറഞ്ഞു വന്നത്, അതിൻ്റെ പുറമിലുള്ളതായ കാര്യം. അങ്ങനെ ആ സുവിശേഷം കേട്ട് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവത്തോടൊരു ബന്ധം കിട്ടിയാൽ മരണം കഴിഞ്ഞാലും ആ ബന്ധത്തിൽ മനുഷ്യന് ജീവിക്കാം. മനുഷ്യന് പിന്നെയും ഭാവിയുണ്ട്. മരണത്തോടുകൂടെ തീരുന്നതല്ല ജീവിതം എന്നുള്ളതായ ആ സന്ദേശം സ്വീകരിച്ചവരാണ് കൊരിന്തില് ക്രൈസ്തവരായി തീർന്നത്. അവരന്നത്തെ ആ സമൂഹത്തിലെ വലിയവരൊക്കെ ആയിരുന്നു. പക്ഷേ ഈ സന്ദേശം അനേകർ സ്വീകരിച്ചു. അങ്ങനെ കൊരിന്തിൽ സഭയുണ്ടായി തീർന്നു. എന്നാൽ നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്, അപ്പോസ്തലൻ ഈ കൊരിന്ത്യ ലേഖനത്തിൽ ആ സഭയുടെ ഉള്ളിൽ എന്താ ഉള്ളത് എന്ന് നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. കൊരിന്ത്യ ലേഖനത്തിൽ 16 അധ്യായമുണ്ട്. ആ അധ്യായങ്ങൾ ഓരോന്നോരോന്ന് നോക്കിയാൽ ആ സഭയുടെ ഉള്ളിൽ എന്താ ഉള്ളത്, ആ സഭയുടെ അകത്ത് എന്താ നടക്കുന്നത്, ആ സഭയുടെ അകത്തുള്ളവർ എങ്ങനെയാ പെരുമാറുന്നത്, ആ സഭയിലുള്ളവരുടെ സ്വഭാവം എങ്ങനെയാണ്, ഇത് തുറന്നു കാണിക്കുകയാണ്. അവിടെ തുറന്നു കാണിക്കുകയാണ്, മൂടി വയ്ക്കുകയല്ല. അതാണ് വേദപുസ്തകത്തിൻ്റെ വിശ്വസ്തത എന്ന് പറയുന്നത്. വേദപുസ്തകം സ്വർഗത്തിലെ ദൈവം തൻ്റെ മക്കളെ എക്സ്പോസ് ചെയ്യുന്നവനാണ്. അവരുടെ അകത്ത് എന്താ ഉള്ളതെന്ന് തുറന്നു കാണിക്കുന്നവനാ. ദാവീദിൻ്റെ വേണ്ടാധീനങ്ങളെല്ലാം ദൈവം തുറന്നു കാണിച്ചു. ദൈവം ഒന്നും മൂടി വച്ചില്ല. നോഹയുടെ നല്ല കാര്യങ്ങളും പറഞ്ഞു. നോഹ മദ്യപിടിച്ച് നഗ്നനായി കിടന്നത് അതും ദൈവം പറഞ്ഞു. അതും വേദപുസ്തകത്തിൽ ദൈവം എഴുതി വെച്ചു. അതുകൊണ്ടാണ് വേദപുസ്തകം സത്യവേദപുസ്തകം എന്ന് പറയുന്നത്. കാരണം അതിലൊരിക്കലും ഒരു മനുഷ്യനെയും ഒന്നും കവറപ്പ് ചെയ്യുന്നില്ല.
മനുഷ്യൻ്റെ അവസ്ഥ, തൻ്റെ മക്കളുടെ അവസ്ഥ തുറന്നു പറയുന്നതാണ് വേദപുസ്തകം. അതുകൊണ്ടാണ് വേദപുസ്തകം സത്യവേദപുസ്തകം എന്ന് പറയുന്നത്. ഒന്നും മൂടി വയ്ക്കില്ല, ഉള്ളതെല്ലാം തുറന്നു പറയും. അവരുടെ നന്മയും പറയും, അവരുടെ തിന്മയും പറയും. അതാണ് വേദപുസ്തകത്തിൻ്റെ പ്രത്യേകത. അങ്ങനെയാണ് കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലൻ അന്നത്തെ സഭയുടെ തിന്മകൾ ഓരോന്നോരോന്ന് തുറന്നു കാണിക്കാൻ തുടങ്ങി. ആ സഭയുടെ അകത്ത് എന്തെല്ലാം ഉണ്ടെന്ന് നിങ്ങൾ ഓരോന്ന് പിടിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിനകത്ത്, ദോഷമുള്ളതെല്ലാം. അതിൽ ഒന്നാമത്തെ കാര്യമായിരുന്നു കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം പറയുന്നു, ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിൻ്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ എന്നെല്ലാം മനുഷ്യർ തന്നെ പക്ഷം പിടിക്കുന്നവരായിരുന്നു. അവർ പ്രസംഗിക്കുന്നവരെ ചുറ്റിപ്പറ്റി ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. കൊരിന്ത്യ സഭയിലുള്ളവർ 2-3 പേരെ ആകെ പ്രസംഗിക്കുന്നുള്ളൂ. അന്ന് പൗലോസ് അപ്പോസ്തലനും പത്രോസ് അപ്പോസ്തലനും അപ്പൊല്ലോസൊക്കെ പ്രസംഗിക്കുന്നുള്ളൂ. പ്രസംഗ വിഷയം എന്താ? പ്രസംഗ വിഷയം അക്കാലത്ത് പുതിയ നിയമമില്ല, പഴയ നിയമമേ ഉള്ളൂ. പഴയ നിയമ പുസ്തകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആ പുസ്തകത്തിലെല്ലാം പറയുന്ന മെശിഹ അത് കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുവാണ് ആ ക്രിസ്തു, യേശുവാണ് ആ മെശിഹ, കുരിശിൽ മരിച്ചവനാണ് ആ മെശിഹ, അവനാണ് രക്ഷകനെന്ന് പഴയ നിയമ വേദപുസ്തകങ്ങളെ ആധാരമാക്കിക്കൊണ്ട് ജനത്തെ പഠിപ്പിച്ചു. ഈ 3 പേരും പഠിപ്പിച്ചു. 3 പേരും പഠിപ്പിച്ച കാര്യം ഒന്നാ. പഠിപ്പിച്ചത് ക്രിസ്തുവിനെ കുറിച്ചാണ് പഠിപ്പിച്ചത് 3 പേരും പഠിപ്പിച്ചു. പക്ഷെ ചിലർക്ക് പൗലോസ് പഠിപ്പിച്ചതാ കൂടുതൽ ഇഷ്ടം, ചിലർക്ക് കേഫാ പഠിപ്പിച്ചതാ കൂടുതൽ ഇഷ്ടം, ചിലർക്ക് അപ്പൊല്ലോസ് പഠിപ്പിച്ചതാ ഇഷ്ടം. അങ്ങനെ അവിടെ ഇതാ ഗ്രൂപ്പ് ഉണ്ടാകാൻ തുടങ്ങി. അതാണ് അവിടെ അപ്പോസ്തലൻ വിളിച്ചു പറയുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒന്ന് ഓർത്ത് നോക്കുക. എന്താണ്, ആരെക്കുറിച്ചാണ് പ്രസംഗിച്ചത്? അതല്ല ജനത്തിന് ഇഷ്ടം. ജനത്തിൻ്റെ ആ ജഡ സ്വഭാവം. ആരെക്കുറിച്ചാണ് പ്രസംഗിച്ചത്, എന്താ പ്രസംഗിച്ചത്, അതല്ല ജനത്തിന് അതല്ല വിഷയം. ആരാ പ്രസംഗിച്ചത്, അതാ വിഷയം. എന്താ പ്രസംഗിച്ചെന്നുള്ളതല്ല. ആ പ്രസംഗത്തിലൂടെ എന്താണ് എൻ്റെ ഹൃദയത്തിൽ ഞാൻ അനുസരിക്കേണ്ടത്, എന്താണ് എൻ്റെ ഉള്ളിലുള്ളത്, എന്താണ് ഞാൻ എന്താണ് അനുസരിക്കേണ്ടത്, അതാണ് പ്രസംഗിച്ചവരതാ പ്രസംഗിച്ചത്. പക്ഷേ ജനത്തിന് ആരാ പ്രസംഗിച്ചത്, അതാണ് വിഷയം. ആരാ പ്രസംഗിച്ചത്, അതാണ് ജനത്തിന് വിഷയമായി തീർന്നത്. അവിടെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അപ്പോസ്തലൻ്റെ വേദനയേറിയ ഒരു സന്ദർഭമാണ് അവിടെ പറയുന്നത്. ഇതിൻ്റെ എല്ലാം നടുവിൽ അപ്പോസ്തലൻ ഒരു തീരുമാനമെടുത്തു. അപ്പോസ്തലൻ ഒരു നിർണയം നടത്തി എന്നാണ് പറയുന്നത്. നിർണയിച്ചു. എന്താണ് നിർണയിച്ചത്? ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ഈ കലഹവും ഈ തമ്മിൽ കുത്തിത്തിരിപ്പും ഈ തമ്മിൽ പ്രസംഗിക്കുന്നവരുടെ പേരിലുള്ളതായ കലഹമെല്ലാം നടക്കുന്ന ആ സഭയിൽ ഞാൻ അതിനൊന്നും പങ്കുകാരനായിട്ടല്ല, അതിനോടൊന്നും അഭിപ്രായം പറയുന്നവനായിട്ടല്ല, അതിനൊന്നും വേറൊരു പങ്കുകാരനായിട്ടല്ല. ഞാൻ ഒരു നിർണയം നടത്തി, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. അത് പേഴ്സണൽ ഡിസിഷനാണ്, വ്യക്തിപരമായ നിർണയമാണ്. ഈ തർക്കത്തിലും വഴക്കത്തിലും എല്ലാം അതിലൊരു ഉരുണ്ട് കളിച്ച് കിടക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്. എനിക്ക് ക്രിസ്തുവിനെ മതി, എനിക്കത് മാത്രം മതി എന്ന് ഞാൻ മനസ്സുകൊണ്ട് നിർണയിച്ചു. ദൈവമക്കളെ, അവിടെയാണ് യഥാർത്ഥത്തിൽ ആ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആർജവത്വം. അവിടെയാണ് ആ വിശ്വാസം. അപ്പോസ്തലൻ പിന്നീട് തന്നെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടോ? അപ്പോസ്തലൻ ചോദിക്കുന്നുണ്ട്. അതിൽ 13-ാം അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടോ? ചോദിക്കുകയാണ് അവിടെ, പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടോ? നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടോ? ഏതെങ്കിലും പ്രാസംഗികൻ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചോ? ഏതെങ്കിലും പ്രാസംഗികന്റെ രക്തം നിങ്ങളെ വില കൊടുത്ത് മേടിച്ചോ? പ്രസംഗിക്കുന്ന ആരുടെയെങ്കിലും രക്തം, പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ നിങ്ങൾക്ക് മധ്യസ്ഥനായിട്ടുണ്ടോ? നിങ്ങളെ വില കൊടുത്ത് മേടിച്ചത് ആരുടെ രക്തമാണ്? നിങ്ങളെ ദൈവമക്കളാക്കിയത് ആരുടെ രക്തമാണ്? നിങ്ങളുടെ പാപം ക്ഷമിച്ചത് ആരുടെ രക്തമാണ്? നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി തീർന്നത് ആരുടെ രക്തം മൂലമാണ്? ആരാണ് നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്? അപ്പോസ്തലൻ എടുത്തു ചോദിക്കുകയാണ്, പൗലോസ് നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവോ? വീണ്ടും എൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. ഇപ്രകാരമാണ്, പൗലോസ് ആര്?
കർത്താവ് നൽകിയ കൃപ. പൗലൂസ് ആരാ? ഒരു കൃഷിക്കാരൻ. പാടത്ത് കൊയ്യാൻ പോകുന്നവൻ. ആരാ വിതച്ചതെന്ന് അന്വേഷിക്കാറുണ്ടോ? കൃഷിക്കാർക്കറിയാലോ. പാടത്ത് നെല്ല് വിളഞ്ഞാൽ ആരാ വിതച്ചത്? ഇന്നയാളാ വിതച്ചത്, എന്നാൽ ഞാൻ കൊയ്യാൻ പോണില്ല എന്ന് പറയൂ? പ്രിയപ്പെട്ടവരെ, വീടിന് അടിസ്ഥാനമിട്ടത് ഇന്നയാളാ, എന്നാൽ വീട് പണി നടന്നു, പക്ഷേ അടിസ്ഥാനമിട്ട ആൾ ഇന്ന ആയതുകൊണ്ട് ഞാൻ ആ വീട്ടിൽ പോയി താമസിക്കണില്ല, നിങ്ങളാരെങ്കിലും പറയൂ? പ്രിയപ്പെട്ടവരെ, ഇനി അച്ഛനാ എൻ്റെ കല്യാണം നടത്തിയത്, അതുകൊണ്ട് ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ പിണങ്ങിപ്പോകും, നിങ്ങളാരെങ്കിലും പറയൂ? പ്രിയപ്പെട്ടവരെ, ഇതിനൊക്കെ എവിടെയാ വില? അപ്പോസ്തലൻ ചോദിക്കുകയാണ്, ഇതിനൊക്കെ എവിടെയാ വില? അപ്പോസ്തലൻ വീണ്ടും 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിലേക്ക് അപ്പോസ്തലൻ വരുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, സഹോദരന്മാരെ, ഇത് ഞാൻ നിങ്ങൾ നിമിത്തം എന്നെയും അപ്പൊല്ലോസിനെയും ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നു. എഴുതിയിരിക്കുന്നതിനപ്പുറം ഭാവിക്കാതിരിപ്പാൻ ഞങ്ങളുടെ ദൃഷ്ടാന്തം കണ്ട് പഠിക്കേണ്ടതിന് ആരും ഒരുത്തിന് അനുകൂലമായും മറ്റൊരുത്തിന് പ്രതികൂലമായും ചീർത്തു പോകാതിരിക്കേണ്ടതിന്. ആളുകൾ അപ്പൊല്ലോസിൻ്റെയും പൗലൂസിൻ്റെയും പേരിൽ പക്ഷം തിരിഞ്ഞ് അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൗലൂസ് പറയുകയാണ്, എനിക്കും അപ്പൊല്ലോസിനും ഒരു മനസ്സാട്ടോ, ഞങ്ങൾക്കൊരു മനസ്സാ, നിങ്ങൾ ഞങ്ങളുടെ പേരിൽ തർക്കമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പൗലോസിൻ്റെ പക്ഷക്കാരൻ അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാരൻ എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഞാനും അപ്പൊല്ലോസും ഒരു പക്ഷക്കാരാ, ഞങ്ങൾക്കൊരു മനസ്സാ, ഞങ്ങൾ തമ്മിൽ ഭിന്നതയില്ല. ഞങ്ങളുടെ ദൃഷ്ടാന്തം കണ്ട് നിങ്ങൾ പഠിക്ക്, ഞങ്ങളുടെ ദൃഷ്ടാന്തം കണ്ട് നിങ്ങൾ പഠിക്ക്. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് സുവിശേഷകന്റെ ശക്തി എന്ന് പറയുന്നത്. എൻ്റെ ദൃഷ്ടാന്തം കണ്ട് പഠിക്കാൻ മക്കളോടും ഭാര്യയോടും കുടുംബത്തോടും ജനത്തോടും പറയാനുള്ളതായ ആത്മാവിൻ്റെ പ്രാഗൽഭ്യമാണ് സുവിശേഷകന്റെ പ്രാഗൽഭ്യം എന്ന് പറയുന്നത്. എൻ്റെ സ്വഭാവം കണ്ട് പഠിക്ക്, എൻ്റെ പ്രകൃതം കണ്ട് പഠിക്ക്, എൻ്റെ പെരുമാറ്റം കണ്ട് പഠിക്ക്, എൻ്റെ അനുകാരിയാകുക. അതാണ് പൗലൂസ് പറഞ്ഞത്. ആളുകൾ പൗലോസിൻ്റെ പേരിലും പൗലൂസിൻ്റെ പേരിലൊക്കെ ഭിന്നിച്ചു വെക്കുമ്പോൾ പൗലൂസ് പറയുക, ഞങ്ങളെ കണ്ടുപടി, ഞങ്ങൾക്ക് ഒരുത്തിന് പ്രതികൂലവും മറ്റൊരുത്തിന് അനുകൂലമായിട്ട് ഞങ്ങൾ തീർത്തു പോകുന്നില്ല, ഞങ്ങളിപ്പോഴും പൂർണ്ണ സന്തോഷത്തില്ല. കാരണം ഞങ്ങൾക്ക് വലുത് ക്രിസ്തുവാ, ഞങ്ങൾക്ക് വലുത് ക്രിസ്തുവാ. നിങ്ങൾക്ക് വലുത് ഞങ്ങളിൽ ആരൊക്കെയോ, ഞങ്ങൾ ആരും നിങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ടുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അതാണ്. ആ സഭയെ തുറന്നു കാണിച്ച അപ്പോസ്തലൻ, ആ സഭയെ തുറന്നു കാണിച്ച അപ്പോസ്തലൻ അതിനകത്ത് നടക്കുന്ന എന്താണെന്ന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങളെ കണ്ടുപിടിക്കേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെയാണ്, അതാണ് ക്രൂശിൻ്റെ വചനം. ക്രൂശിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അപ്പോസ്തലൻ പറയുന്നു, 2 നിർണയങ്ങളാണ് അപ്പോസ്തലനുണ്ടായിരുന്നത്. ഒന്ന്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിലിരിക്കണം. അപ്പോസ്തലന് വേണമെങ്കിൽ അത്ഭുതം പ്രവർത്തിച്ച യേശുവിനെ പ്രസംഗിക്കാമായിരുന്നു. എന്തെല്ലാം അത്ഭുതങ്ങളെ, മരിച്ചവരെ ഉയർപ്പിച്ച യേശു, മുടന്തനെ സൗഖ്യമാക്കിയ യേശു, കണ്ണുകുരുടന് കാഴ്ച കൊടുത്ത യേശു, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച യേശു, പച്ചവെള്ളം വീഞ്ഞാക്കിയ യേശു, അങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങളാണ് പ്രിയപ്പെട്ടവരെ കർത്താവായ യേശു ചെയ്തത്. ആ അത്ഭുതം പ്രവർത്തിച്ച യേശുവിനെ വേണമെങ്കിൽ പ്രസംഗിക്കാമായിരുന്നു. അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ നിർണയിച്ചു, ആ യേശുവിനെയല്ല ഞാൻ പ്രസംഗിക്കുന്നത് ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെയാണ് ഞാൻ പ്രസംഗിക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു അവിടെ ദേവാലയത്തിനെതിരെ, അന്ധവിശ്വാസത്തിനും അബദ്ധവിശ്വാസത്തിനും എല്ലാം എതിരെ ദേവാലയത്തിൽ ചാട്ടവാറെടുത്ത് ആ ദേവാലയത്തെ ശുദ്ധീകരിച്ചവനാണ് യേശു. അപ്പോസ്തലൻ പറയുന്നു, ആ യേശുവിനെയുമല്ല ഞാൻ പ്രസംഗിക്കുന്നത് മനുഷ്യന്റെ ആത്മാവിനെ ഗുണം കിട്ടിയതായ കർത്താവായ യേശുവിന്റെ കുരിശ് എനിക്ക് വേണ്ടി ശാപമൃത്യുവായ, എനിക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ചവനായ, അവന്റെ രക്തം കൊണ്ട് തന്നെ വിലകൊടുത്ത് മേടിച്ചവനായ ആ യേശുവിനെ മാത്രമേ ഞാൻ പ്രസംഗിക്കൂ. അതെന്റെ നിർണയമാണ്. രണ്ടാമതൊരു നിർണയം കൂടെ അപ്പോസ്തലനുണ്ടായിരുന്നു. 1-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിലാണ് അപ്പോസ്തലൻ പറയും, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രമേ പ്രസംഗിക്കൂ, അത്ഭുതം പ്രവർത്തിക്കുന്ന ക്രിസ്തുവിനെ പ്രസംഗിക്കില്ല. നാം ഇന്ന് അത്ഭുതങ്ങളെ കുറിച്ചെല്ലാം പ്രസംഗിക്കാറുണ്ട്, നാം ഇന്ന് യേശു ചാട്ടവാറെടുത്തതിനെ കുറിച്ചെല്ലാം പ്രസംഗിക്കാറുണ്ട്. പക്ഷേ കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ എഴുതിയ ലേഖനങ്ങളെല്ലാം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒരു ലേഖനത്തിൽ പോലും കർത്താവ് ചെയ്തതായ ഒരത്ഭുതത്തെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. കാരണം അത്ഭുതം പ്രവർത്തിക്കുന്നവനായ ക്രിസ്തു അല്ല, നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നവനായ ക്രിസ്തു, പാപമോചനം തരുന്നവനായ ക്രിസ്തു, നമ്മളെ വില കൊടുത്ത് മേടിച്ച് സ്വർഗത്തിന് അവകാശിയാക്കുന്നവനായ ക്രിസ്തു, ആ ക്രിസ്തുവിനെ മാത്രമേ ഞാൻ പ്രസംഗിക്കൂ. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന്റെ നിർണയങ്ങളാണ് ഇതൊക്കെ. എന്താണ് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്?
എന്താണ് അതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ? കർത്താവായ യേശു കുരിശിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ മതിയോ? അതല്ല. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറയാം. ഒന്ന്, സ്വന്തം ഇഷ്ടമില്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമല്ലാതെ എനിക്ക് വേറെ യാതൊരു ഇഷ്ടവുമില്ല എന്ന് പറയുകയും പറയുന്നത് പോലെ ജീവിക്കുകയും ചെയ്തവനായ ക്രിസ്തു. അതാണ് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു. എനിക്ക് എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം മാത്രമേ ഞാൻ ചെയ്യൂ. രണ്ടാമത്, എന്നെ സ്നേഹിച്ചവരെയല്ല, എന്നെ സ്നേഹിക്കാത്തവരെയും ഞാൻ സ്നേഹിക്കും എന്ന് പറഞ്ഞവനായ ക്രിസ്തു. എന്നെ സ്നേഹിച്ചവരെയല്ല, എന്നെ സ്നേഹിക്കാത്തവരെയും ഞാൻ സ്നേഹിക്കും എന്ന് പറഞ്ഞവനായ ക്രിസ്തു. അതാണ് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു. മൂന്നാമത് എന്താണ് പ്രിയപ്പെട്ടവരെ? ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു, നമുക്കറിയാം, തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം. ഒരു കാര്യവും ഉണ്ടായിട്ടല്ല, ആരും ചോദിച്ചിട്ടല്ല, ആരും അപേക്ഷിച്ചിട്ടല്ല, ആരും പറഞ്ഞിട്ടല്ല. പിതാവിൻ്റെ ആ ഹിതപ്രകാരം ലോകത്തിലേക്ക് വന്ന യേശു ഈ ലോകത്തിൽ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന എന്നെയും നിങ്ങളെയും നമ്മളെയും എല്ലാം കണ്ടുകൊണ്ട് നമ്മളെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി അവൻ സ്വമനസാലെ തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തിന് ഒരു ശാപവൃത്തിയുമായി, ഒരു ശപിക്കപ്പെട്ടവനായിട്ട് അവൻ ക്രൂശിൽ മരിച്ചു. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു. നാലാമത്, അവൻ സഹിക്കുന്നവനായിരുന്നു. അവൻ സഹിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ക്രിസ്തുവിൻ്റെ ആ സ്വഭാവമാണ് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു എന്ന് പറഞ്ഞാൽ. ക്രിസ്തുവിൻ്റെ ആ സ്വഭാവത്തെയാണ് പ്രസംഗിക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ നല്ലത് പ്രത്യാശ. ആദ്യ മരുന്നുകാർക്കെല്ലാം അത്ഭുതങ്ങളെക്കുറിച്ചുള്ളതായ അതെല്ലാം അനേകർക്ക് പ്രത്യാശ കൊടുക്കുക. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു, കാരണം അനേകരെ ആകർഷിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവർ, എന്നാൽ അങ്ങനെ അനേകരെ ആകർഷിച്ച് അത്ഭുതം നടത്തുക എന്നായിരുന്നില്ല ക്രിസ്തുവിൻ്റെ ഉദ്ദേശം. അവരെ ദൈവരാജ്യത്തിലെത്തിക്കുക എന്നുള്ളതായിരുന്നു. ദൈവമക്കളെ, നാം ഇവിടെ കടന്നു വരുമ്പോൾ ആ ലക്ഷ്യത്തോടെയാണ് നാം വരുന്നത്, ദൈവരാജ്യത്തിലെത്തണം. അപ്പോൾ സ്വന്തം മനസ്സിലായി, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കണമെങ്കിൽ താനും ക്രൂശിക്കപ്പെട്ടവനാകണം. പ്രിയപ്പെട്ടവരെ, സുവിശേഷ പ്രസംഗം നമുക്കറിയാം, ഒരു കോളേജ് പ്രൊഫസർ നടത്തുന്ന പോലെയോ, അല്ലെങ്കിൽ ഒരു സ്കൂൾ അധ്യാപകം പഠിപ്പിക്കുന്ന പോലെയോ, അല്ലെങ്കിൽ ഒരു ബാക്കി നമുക്ക് ഏത് തൊഴിലും പോലെയല്ല. അതൊരു അറിവിൽ നിന്ന് പ്രസംഗിക്കുന്നതല്ല. നമുക്കറിയാം, ഒരു അച്ഛൻ കുർബാന ചൊല്ലിയാൽ അത് കുർബാനയാകണമെങ്കിൽ അച്ഛൻ ചൊല്ലിയത് കൊണ്ട് കുർബാനയാവില്ല. അച്ഛൻ എന്ത് യോഗ്യതയുണ്ടാകണം? അച്ഛൻ പരിശുദ്ധാത്മാവിനാൽ നിയമിക്കപ്പെട്ടവനായിരിക്കണം. അവൻ പരിശുദ്ധാത്മാവിനാൽ വളർത്തപ്പെട്ടവനാകണം. പരിശുദ്ധാത്മാവിനാൽ നിയമിക്കപ്പെട്ടവനും പരിശുദ്ധാത്മാവിനാൽ വളർത്തപ്പെടുന്നവനുമായ ഒരു പുരോഹിതൻ കുർബാന അർപ്പിക്കുമ്പോഴാണ് അത് കുർബാനയാകുന്നത് എന്ന് കുർബാന ഗീതത്തിൽ നാം പാടും. അവനെ നിയമിച്ച ഒരാത്മാവ്. അപ്പോൾ പ്രിയപ്പെട്ടവർ, പരിശുദ്ധാത്മാവാൻ ദൈവത്താൽ വളർത്തപ്പെട്ടവനായി, ഇതെല്ലാം നാം പാടുന്നതാ. അപ്പോൾ ഏത് പുരോഹിതനും കുർബാന ചൊല്ലിയ കുർബാനയാകുമോ എന്ന് ചോദിച്ചാൽ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? അവനെ നിയമിച്ചത് പരിശുദ്ധാത്മാവായിരിക്കണം, അവൻ പരിശുദ്ധാത്മാവിനാൽ വളർത്തപ്പെടുന്നവനുമായിരിക്കണം. അതുപോലെ ആര് പ്രസംഗിച്ചാലും സുവിശേഷമാകുമോ എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, സുവിശേഷകൻ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കണമെങ്കിൽ സുവിശേഷകൻ ക്രൂശിക്കപ്പെട്ടവനായിരിക്കണം. എന്താണ് ക്രൂശിക്കപ്പെട്ട സുവിശേഷകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രിയപ്പെട്ടവരെ, നമുക്ക് നോക്കാം. നീതിമാന്മാരുടെ അനുഭവത്തിലേക്ക് നോക്കാം, അബ്രാഹാമിൻ്റെ അനുഭവത്തിലേക്ക് നോക്കാം. ഞാൻ ചില വാക്യങ്ങൾ വേഗം നിങ്ങൾക്ക് പറഞ്ഞുതരാം, നിങ്ങളെ വായിക്കാൻ എടുക്കണ്ട. എന്താണ് പ്രിയപ്പെട്ടവരെ ഈ സുവിശേഷം പറയാനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, അബ്രാഹാം എന്താ പറഞ്ഞത്? അബ്രാഹാം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ പൊടിയും വെണ്ണീറുമായ മനുഷ്യൻ. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ ദാവീദ് പറയും, ഞാൻ അപാത്രമത്രേ, അപാത്രം. മോശ പറയും, ഞാൻ എന്തുമാത്രമേ ഉള്ളൂ. പുറപ്പാട് പുസ്തകം 3, ഞാൻ എന്തുമാത്രമേ ഉള്ളൂ. ഫറവോൻ്റെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ വിടിവിക്കുവാനും ഞാൻ എന്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഗിദെയോൻ പറയും, അതിൻ്റെ 6-ാം അധ്യായത്തിൽ ഗിദെയോൻ പറയും, മനുഷ്യഗോത്രത്തിൽ ഏറ്റവും ചെറിയ കുലത്തിൽപ്പെട്ടവനാണ് ഞാൻ, എൻ്റെ കുടുംബവും എന്തുള്ളൂ, എൻ്റെ കുടുംബവും എന്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതാണ് ആ സുവിശേഷകൻ്റെ യോഗ്യത. അതാണ് ക്രൂശിക്കപ്പെട്ട മനസ്സ് എന്ന് പറയുന്നത്. കർത്താവായ യേശു സ്നാനപ്പെടാൻ യോഹന്നാൻ്റെ അടുത്ത് വന്നപ്പോൾ യോഹന്നാൻ പറഞ്ഞു, നീ എൻ്റെ കയ്യിൽ നിന്ന് സ്നാനം വെക്കുകയോ? ദൈവമക്കളെ, ഓർക്കണം, അതെല്ലാമാണ് നമ്മുടെ യോഗ്യത, ദൈവത്തിൻ്റെ കൃപ. ഈ നിസ്സാരനായ അടിയൻ്റെ നാവിലൂടെ ദൈവത്തിൻ്റെ കൃപ ഒഴുകണമെങ്കിൽ ഞാൻ ആ എളിമയുള്ളവനായിരിക്കണം, ഞാൻ ആ താഴ്മയുള്ളവനായിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ ഭർത്താവിനോടോ ഭാര്യയോടോ മക്കളോടോ ഒരു സുവിശേഷത്തിൻ്റെ ഒരു വാക്ക് പറഞ്ഞാൽ അത് പ്രയോജനപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് ആ എളിമയുണ്ടോ?
അബ്രഹാം പറയുകയാണ്, ഞാൻ പൊടിയാണ്, ഞാൻ വെണ്ണീറായ മനുഷ്യൻ നിന്നോട് ചോദിച്ചു പോയി. 10 നീതിമാന്മാരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു പോയി. ഞാൻ പൊടിയും വെണ്ണീറുമാണ്. അബ്രഹാം പറയുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നോക്കാം. അതുപോലെ തന്നെ ഓരോരുത്തരെയും നോക്കൂ, വായിച്ചു നോക്കൂ. അപ്പോസ്തലനായ പൗലോസ് പറയും, എന്താണ്? ഞാൻ താഴ്മയോടും കണ്ണുനീരോടും കൂടെ നിങ്ങളോട് സുവിശേഷം പറഞ്ഞു എന്ന് പറയും. അവസാനം പറയുമ്പോൾ അപ്പോസ്തലപ്രവൃത്തികളിൽ പറയും. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയും, ഈ പ്രസംഗമൊക്കെ എൻ്റെ വായിൽ നിന്ന് വന്നത് എൻ്റെ കഴിവുകൊണ്ടാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഇതെല്ലാം എന്നിൽ നിന്ന് വന്നു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അപ്പോസ്തലൻ എഴുതിയതാണ്, അപ്പോസ്തലൻ പ്രസംഗിച്ചതാണ് ഈ പുസ്തകത്തിലെ പുസ്തകം മുഴുവനും. എന്നിട്ട് അപ്പോസ്തലൻ പറയുക, ഇതെൻ്റെ കഴിവ് കൊണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് വന്ന, എൻ്റെ ജ്ഞാനത്തിൽ നിന്ന് വന്നതാണെന്നാണോ നിങ്ങളുടെ വിചാരം? എൻ്റെ അറിവിൽ നിന്ന് വന്നതാണെന്നാണ് നിങ്ങളുടെ വിചാരം? എൻ്റെ കഴിവ് കൊണ്ടുണ്ടായതാണോ നിങ്ങളുടെ വിചാരം? അങ്ങനെയൊന്നും എൻ്റെ ഉള്ളിൽ നിന്ന് വരാൻ തക്കവണ്ണം ഞാൻ അങ്ങനെയൊന്നുമില്ല. അതൊന്നും സ്വതവേ എൻ്റെ ഉള്ളിൽ നിന്ന് വന്നതൊന്നുമല്ല. അതൊക്കെ ദൈവം എനിക്ക് തന്നത് മാത്രമാണ്, തന്നതാണ്. എഫേസ്യ ലേഖനത്തിൽ പറയും 3-ാം അധ്യായം, ഞാൻ വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവനത്രേ, ഞാൻ സുവിശേഷം പറഞ്ഞത് അവൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ്, അവൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്, ഒരു കഴിവുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാണ് നീതിമാന്റെ പ്രതിഫലം ജീവവൃക്ഷം എന്ന് പറയും. നീതിമാന്റെ പ്രതിഫലം ജീവവൃക്ഷം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ജീവവൃക്ഷം എന്ന് പറഞ്ഞാൽ നീതിമാൻ ഒരിക്കലും അഹങ്കാരിയാവില്ല. ജീവവൃക്ഷമാണ് അവൻ്റെ പ്രതിഫലം. അവന് താൻ ആരാണെന്ന് തോന്നൂല, ഞാൻ ആരോ ആണെന്ന് തോന്നൂല, ഞാൻ എന്തോ ആയെന്നൊരിക്കലും അവന് തോന്നുകയില്ല. അതാണ് ജീവവൃക്ഷം എന്ന് പറയുന്നത്. അതിൻ്റെ ഇല എന്നും പുതിയതായിരിക്കും, അവനെന്നും ദാരിദ്ര്യബോധമുള്ളവനായിരിക്കും. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം വായിക്കുമ്പോൾ ഞാൻ പണ്ട് വായിച്ചതെല്ലാം ഓർത്തു പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പണ്ടും അതെല്ലാം പറഞ്ഞു പോയിട്ടുള്ളതാണ്. കാരണം സുവിശേഷം പറഞ്ഞു തുടങ്ങുമ്പോൾ എൻ്റെയും അനുഭവമാണ്. നീതിമാന്റെ ശാസന കേട്ട് വളർന്നിട്ടുള്ളത് കൊണ്ട് എനിക്ക് സന്തോഷത്തോടെ പറയാൻ പറ്റും, എൻ്റെയും അനുഭവമാണ്. ദൈവവേല തുടങ്ങുമ്പോൾ തല കുറച്ച് വലുതായിരിക്കും. ദൈവവേല തുടങ്ങുമ്പോൾ തല കുറച്ച് വലുതായിരിക്കും. പക്ഷേ പിന്നീട് ദൈവം തട്ടിമുട്ടിയൊക്കെ ആ തലയൊന്ന് ചെറുതാക്കും. കാരണം മനുഷ്യൻ്റെ തലയ്ക്ക് പറ്റിയ കിരീടമൊന്നും സ്വർഗത്തിലില്ല. സ്വർഗത്തിലെ കിരീടത്തിന് പറ്റിയ തലയാകണം. തട്ടിമുട്ടിയൊക്കെ ദൈവം ചെറുതാക്കിയാലേ കിരീടം കിട്ടുള്ളൂ. നിന്റെ തലയ്ക്ക് പറ്റിയ കിരീടമൊന്നും സ്വർഗത്തിലില്ല. സ്വർഗത്തിലെ കിരീടത്തിന് തക്കവണ്ണം നിന്റെ തല ചെറുതാകണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം താഴ്ച, നമുക്കെല്ലാം കഴിവ്. ഭർത്താവിൻ്റെ വീട്ടിൽ അവിടെ നീ ചെറുതാകണം കുഞ്ഞെ, ചെറുതാകണം സഹോദരി, നീ ചെറുതാകണം. നിന്റെ തലയ്ക്ക് തക്കവണ്ണമൊന്നും അവിടെയില്ല. നാം ചെറുതാകണം പ്രിയപ്പെട്ടവരെ. ഞാൻ എളിമയോടെ നിർത്തട്ടെ. ഞാൻ ദൈവത്തിന് സ്തോത്രം. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെയല്ല, മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിലിരിക്കണം. അതാണ് അപ്പോസ്തലൻ പറഞ്ഞത്. ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം, അവർ ജീവിക്കാനുള്ള ആശ നഷ്ടപ്പെട്ടു പോയവർ അല്ലേ? ഇവിടെ ഇരിക്കുന്ന അനേകർക്ക് ജനിച്ചതുകൊണ്ട് ജീവിക്കുന്നു എന്ന് പറയുന്ന അനേകരിവിടെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ആയിപ്പോയത് കൊണ്ട് അവിടെ ജീവിക്കുന്നു, അതുകൊണ്ട് ഈ വീട്ടിൽ പാർക്കുന്നു എന്ന് പറയുന്ന അനേകരുണ്ട്. ജനിച്ചതുകൊണ്ട് അങ്ങ് ജീവിക്കുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ജീവിച്ചിരിക്കുമെന്ന ആശ പോയിപ്പോയ പലരുമുണ്ട്. ജീവിച്ചിരിക്കുമെന്ന ആശ പോയിപ്പോയി. പക്ഷേ ഇവിടെയെല്ലാം വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു ആശ കിട്ടി. ഞാൻ എളിമയോടെ പറയട്ടെ, നിങ്ങൾക്കൊരു കഴിവും വേണമെന്നില്ല. ഈ നല്ലവനായ യേശുവിൻ്റെ കൂടെ ജീവിക്കാൻ നിങ്ങൾക്കൊരു കഴിവും വേണമെന്നില്ല. യോഹന്നാൻ സ്നാപകൻ ഒരത്ഭുതവും ചെയ്തില്ല. സ്ത്രീകളും ജനിച്ചവരിൽ അവനേക്കാൾ വലിയവനില്ല എന്ന് യേശു ക്രിസ്തു പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പക്ഷേ അവൻ ഒറ്റ കാര്യം ചെയ്തുള്ളൂ, അവൻ യേശുവിൻ്റെ സാക്ഷിയായി നിന്നു. അവൻ ഒരു വാക്ക് മാത്രം, ആ പോണത് യേശുവാ, അത് യേശുവാ, ആ പോണത് യേശുവാ. നിങ്ങൾക്ക് യേശു എന്ന് പറയാൻ അറിഞ്ഞാൽ മാത്രം മതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വേദപുസ്തകത്തിലെ എല്ലാ പേരുകളും നിങ്ങൾ മറന്നുപോയിക്കൊള്ളൂ. ഇതിൽ പറയുന്ന ആരുടെയും പേര് നിങ്ങൾ ഓർക്കണമെന്നില്ല, അവരെല്ലാം ചെയ്തതും നിങ്ങൾ ഓർക്കണമെന്നില്ല. ഈ വേദപുസ്തകത്തിലെ ഒരേ ഒരു പേര് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഒരേ ഒരു പേര് മാത്രം ഓർത്താൽ മതി. യേശു, യേശു, യേശു. അവൻ ചെയ്തത് മാത്രം ഓർത്താൽ മതി. ശ്രീയേശു നാമം അതിശയനാമം, എനിക്ക് ഇമ്പനാമം എന്ന് നാം പാടുമല്ലോ പ്രിയപ്പെട്ടവരെ. ഇണയില്ലാ നാമം
അവരൊറ്റ നാമം മതി. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. പ്രിയ ദൈവവേദനെ, നീ നിൻ്റെ കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോയിരിക്കാം, ഒരു കഴിവില്ലാത്ത ആളായിരിക്കാം, ഒരു സാമർഥ്യമില്ലാത്ത ആളായിരിക്കും. എന്നാലും സാരമില്ല. യേശു എനിക്ക് വേണ്ടി മരിച്ചു, അത് പറയാൻ നീ പഠിച്ചാൽ മതി. യേശു എനിക്ക് വേണ്ടി മരിച്ചു, യേശു എനിക്ക് വേണ്ടി മരിച്ചു, യേശു എനിക്ക് വേണ്ടി അടിയേറ്റു, യേശു എനിക്ക് വേണ്ടി തുപ്പലേറ്റു, യേശു എനിക്ക് വേണ്ടി നിന്ന് ഏറ്റു. നിങ്ങൾക്ക് എന്നോട് ചേർന്ന് പറയാം എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുമാത്രം പറയാൻ നിങ്ങൾ പഠിച്ചാൽ മതി. ഈ വേദപുസ്തകത്തിലെ ബാക്കി പേരെല്ലാം നിങ്ങൾ മറന്നാലും കുഴപ്പമില്ല. അവരെല്ലാം എന്തെല്ലാം ചെയ്തു അതെല്ലാം നിങ്ങൾ മറന്നാലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഒരാൾ മാത്രം ഓർത്താൽ മതി. യേശു. അവൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? അവൻ നിങ്ങൾക്ക് വേണ്ടി അടിയേറ്റു, അവൻ നിങ്ങൾക്ക് വേണ്ടി തുപ്പലേറ്റു. യേശു എനിക്ക് വേണ്ടി തുപ്പലേറ്റു, യേശു എനിക്ക് വേണ്ടി നിന്ന് ഏറ്റു, യേശു എനിക്ക് വേണ്ടി അടിയേറ്റു, യേശു എനിക്ക് വേണ്ടി കുരിശ് ചുമന്നു, യേശു എൻ്റെ രക്തം കൊണ്ട് എന്നെ വിലവെടുത്ത് മേടിച്ചു, യേശു എനിക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിലിരിക്കുന്നു. അനസ്രായനായ യേശു അവൻ എൻ്റെ ചങ്കിലുള്ളിലുണ്ട്. അവനെ മാത്രം ഓർത്താൽ മതി. ഹല്ലേലൂയ. ദൈവമക്കളെ, അവനെ മാത്രം ഓർത്താൽ മതി. അവനെ മാത്രം പറഞ്ഞാൽ മതി. നിങ്ങളുടെ വീട്ടിൽ അവൻ്റെ പേര് മാത്രം പറഞ്ഞാൽ മതി. തല്ലുകൊള്ളുമ്പോഴും, നിന്ന് ഏൽക്കുമ്പോഴും, പരിഹാസം ഏൽക്കുമ്പോഴും, മരിക്കാൻ കിടക്കുമ്പോഴും അത് മാത്രം പറഞ്ഞാൽ മതി. യേശു എനിക്ക് വേണ്ടി അടിയേറ്റു, യേശു എനിക്ക് വേണ്ടി നിന്ന് ഏറ്റു. അവനെ പറഞ്ഞുകൊണ്ട് മരിക്കുക, അവൻ്റെ സാക്ഷിയായി മരിക്കുക. അവൻ എന്നെ സ്നേഹിച്ചു, ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, അത് മാത്രം മതി. ഹല്ലേലൂയ. ഇങ്ങനെ നസറായനായ യേശു, അവനെക്കുറിച്ച് വാദവരാതെ നിങ്ങൾ പറഞ്ഞുകൊള്ളൂ, അവനെക്കുറിച്ച് നിങ്ങൾ പാടിക്കൊള്ളൂ, അവനെക്കുറിച്ച് നിങ്ങൾ വാദവരാതെ പറഞ്ഞോളൂ. വേറെ ആരെയും അറിയണമെന്നില്ല, വേറെ ആരെയും കുറിച്ച് പറയണമെന്നില്ല. പ്രിയപ്പെട്ടവരെ, ഒരുവനെ മാത്രം പറഞ്ഞാൽ മതി. അവനത്രേ നമ്മുടെ മധ്യത്തിലേക്ക് വന്നിരിക്കുന്നത്. അവനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ ആരെല്ലാം ഉണ്ട്, അവൻ ചങ്ക തുറന്നു കൊടുക്കാൻ ആരെല്ലാം ഉണ്ട്. എനിക്ക് വേണ്ടി മരിച്ചവനായ യേശു, ജീവിക്കുന്നവനായ യേശു, അവനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കൂ. പ്രിയപ്പെട്ടവരെ, അവനിതാ മൗനിയായി വരുന്നു, അവനിതാ കുരിശ് ചുമന്നു കൊണ്ടുവരുന്നു, അവനിതാ തുപ്പലേറ്റവനായി വരുന്നു, അവനിതാ ചാട്ടവാറുണ്ട് അടിയേറ്റവനായി വരുന്നു, അവൻ രക്തം ശീലിച്ചവനായി കടന്നു വരുന്നു. അവനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കൂ. അവനെ കുറിച്ച് പറയൂ. ഒരത്ഭുതവും ചെയ്യണ്ട, ഒരു സുവിശേഷ പ്രസംഗവും നടത്തണ്ട, ഒരു വേലയും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. യേശു 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 യേശു, അവൻ മാത്രം മതി. പ്രിയപ്പെട്ടവരെ, അവനൊപ്പം പറയാൻ ആരുമില്ല. ഹല്ലേലൂയ. തീരുമാനമുള്ളവർക്ക് കരങ്ങളെന്ന് ഉയർത്താവോ? ഈ യേശു യേശു യേശു. എനിക്ക് മറ്റൊന്നും അറിയണ്ട, എനിക്ക് വേറെ ഒന്നും അറിയണ്ട, എനിക്ക് വേറെ ആരെ കുറിച്ച് ഒന്നും കേൾക്കണ്ട, എനിക്ക് പ്രാസംഗികന്മാരെ അറിയണ്ട, പ്രസംഗിക്കുന്നവരെ എനിക്ക് അറിയണ്ട. എനിക്ക് ഒരാളെ അറിഞ്ഞാൽ മതി. എനിക്ക് യേശു മതി, എനിക്ക് യേശു മതി, എനിക്ക് യേശു മതി, എനിക്ക് യേശുവിനെ മാത്രം അറിഞ്ഞാൽ മതി. മറ്റെല്ലാം മാറിപ്പോകട്ടെ. അതാണ് അപ്പോസ്തലൻ പറഞ്ഞത്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും എനിക്ക് അറിയണ്ട, അറിയണ്ട, അറിയണ്ട. എനിക്ക് യേശു മാത്രം മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവജനമേ, ക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങളെ മുദ്രയേൽക്കുകയാണ്. അരുമനാഥന്റെ ചങ്കല ചോര കണ്ട് അവൻ നിങ്ങളുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതുകയാണ്. സൗഖ്യം പ്രാപിപ്പീൻ, സമാധാനം പ്രാപിപ്പീൻ, സന്തോഷം അനുഭവിപ്പീൻ. ജീവനുള്ള ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതം കൈമാറി കൊടുക്കുവീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ മധ്യത്തിലേക്ക് നീ കടന്നു വന്ന വലിയ സ്നേഹത്തിനായി സ്തോത്രം. ഞങ്ങളോട് സംസാരിക്കാൻ നീ കടന്നു വന്ന കൃപയ്ക്കായി സ്തോത്രം. നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. നീ ഞങ്ങളുടെ കൂടെയിൽ ഞങ്ങളെ വഴി നടത്തണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ടു ഉത്തരം തരുമാറാകണമേ.